എനിക്കറിയാം പലരും പാസ്റ്ററിൻ്റെ കൊറിയൻ കഥ കേൾക്കാനായിരിക്കും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എനിക്ക് കൊറിയൻ കഥ കേൾക്കാനങ്ങ് ആൾക്കാർക്കങ്ങ് ഞാൻ പറഞ്ഞു ഒരു കഥയില്ല, കഥയെല്ലാം ഞായറാഴ്ച ചുരുക്കമായിട്ട് പറയും. അതുകൊണ്ട് പലരും ഇങ്ങനെ ഇടദിവസങ്ങളിൽ ചിലർ ചൊവ്വാഴ്ച കേൾക്കാൻ വന്നു, വെള്ളിയാഴ്ച കേൾക്കാൻ വന്നു, എസ്തേഴ്സ് വിചാരിച്ചു കൊല്ലത്ത് പോയി കേൾക്കുമെന്ന്, എങ്ങും കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കഥയായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ദൈവം എന്നെയും അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ചു തന്ന, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നല്ല ഉറപ്പ് ഉള്ളിൽ തന്ന, അല്ലെങ്കിൽ ചില കൺഫർമേഷൻസ്, അതായത് ഇവിടെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഈ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും, ഒരു കാര്യം നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ശരി തന്നെ അല്ലേ, ഇങ്ങനെ തന്നെ അല്ലേ. പക്ഷെ അവിടെ ചെന്ന് ഈ 5000 പേരുടെ മുമ്പിൽ വെച്ച് അത് അവിടെ വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് തന്നെയല്ലേ ഞാനും പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു വിലയില്ല. അതാണ് പ്രശ്നം അല്ലേ. 5000 പേരുടെ മുമ്പിൽ വലിയ ആൾക്കാരൊക്കെ പറയുമ്പം എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഞാൻ ആലോചിക്കും, നമ്മളിത് പറയുമ്പോൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല, കയ്യും അടിക്കുന്നില്ല. ഇതൊരു വിശ്വസിക്കുന്നുണ്ടോ, അവർ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ് ദൈവം തന്നു, മോനെ നീ പറയുന്നത് സത്യം തന്നെയാണ്. നിൻ്റെ ഉള്ളിൽ വർഷങ്ങളായി ഞാൻ തന്ന ബോധ്യങ്ങൾ നീ അത് ഇനിയും തുറന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഉദാഹരണത്തിനൊരു ഉദാഹരണം പറയാം. ഒരു സെഷനിൽ നമ്മുടെ പാസ്റ്റർ റിക് വാറിനുണ്ട്, അദ്ദേഹത്തിന് 9 മിനിറ്റാണ് മൊത്തത്തിൽ കൊടുത്തത്. അദ്ദേഹം 9ാം മിനിറ്റിൽ പറഞ്ഞു, ദ ചേർച്ച് സ്റ്റാർട്ടഡ് വെൽ ആൻഡ് ദ ചേർച്ച് വാസ് മീറ്റിംഗ് ഇൻ ഹൗസസ് ആൻഡ് ഇഫ് ദ ചേർച്ച് ഹാസ് ടു ഫിനിഷ് വെൽ ദ ചേർച്ച് ഹാസ് ടു ഗോ ബാക്ക് ടു ഹൗസസ്. അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ 2ാം അധ്യായം തൊട്ട് വായിക്കുമ്പം ദൈവസഭ തുടങ്ങിയത് ഭവനങ്ങളിലാണ് അവർ കൂടി അവർ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ പാലിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഈവൻ അപ്പം നുറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ വായിക്കുന്നു. അപ്പം ഭവനങ്ങളിൽ തുടങ്ങി അവർ 3000 5000 പട്ടണത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ആ ദൈവസഭയുടെ ആ ഒരു തുടക്കവും ആ വളർച്ചയൊക്കെ ശക്തമായി പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് നമുക്കറിയാം, ഒരു 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 313 കേട്ടു, നമ്മുടെ ചക്രവർത്തി രക്ഷിക്കപ്പെടാതെ ക്രിസ്ത്യാനി ആയോ എന്നൊരു സംശയം. അദ്ദേഹം എന്ത് ചെയ്തു, കെട്ടിടങ്ങളിലേക്ക് സഭകളെ മാറ്റി, വലിയ ചർച്ച് ബിൽഡിങ്സ് അല്ലെങ്കിൽ കത്തീഡ്രൽ സംസ്കാരം വന്നു. അതിനുശേഷം നമുക്കറിയാം സഭ മുകളിലോട്ടല്ല പോയത്, പിന്നെ താഴോട്ടാണ് പോയത്. ആദ്യമുണ്ടായ ചർച്ച് ഗ്രോത്ത് പിന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ പ്രശ്നം തിരിച്ച് നമ്മൾ ഭവനങ്ങളിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ, അതിന് സംശയമൊന്നും വേണ്ട. അപ്പം കർത്താവ് അനുവദിച്ചാൽ ഒരുമിച്ചിങ്ങനെ കൂടാനൊക്കെ അവസരങ്ങൾ തരുന്നതിനായിട്ട് സ്തോത്രം. കെട്ടിടങ്ങൾ ദോഷമാണോ ചോദിച്ചാൽ ദോഷമില്ല. പക്ഷേ കെട്ടിടങ്ങളല്ല സഭ, അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ തളച്ചിടപ്പെടേണ്ടതല്ല സഭ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. അതവിടെ ഒന്നിലധികം പേരത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കൊരു വലിയൊരു സന്തോഷവും ഒരു ഉറപ്പുമായി. നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ളത്. ഞാൻ പോയ ഈ ലൊസാൻ കോൺഫറൻസ് എന്ന് പറയുന്നത് അത് 1974 ലൊസാൻ എന്ന് പറഞ്ഞ യൂറോപ്പിലൊരു സ്ഥലത്ത് ഡോക്ടർ ബില്ലി ഗ്രഹാമും ജോൺ സ്റ്റോട്ട് പോലുള്ള അവർ ഇനിഷ്യേഷൻ എടുത്ത് തുടങ്ങിയ ഒരു കോൺഫറൻസ് ആയിരുന്നു. അത് പിന്നീട് എൻ്റെ 2ാം കോൺഫറൻസ് എത്ര വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്പൈൻസിൽ കൂടി. 3ാമത്തെ കോൺഫറൻസ് ഒരു 14 വർഷം മുമ്പ് കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ആ കോൺഫറൻസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ കോൺഫറൻസ് 50 വർഷമായി കഴിഞ്ഞ ആഴ്ച കൊറിയയിൽ വെച്ചായിരുന്നു. 5300 ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. 202 രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. 202 രാജ്യങ്ങളിലുള്ളവരുമായിട്ട് പോയിട്ട് ഒരു കൂട്ടായ്മ പാലിച്ചിട്ട് തിരിച്ചു വരുമ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ കേരളത്തിൽ കിടക്കുന്ന മലയാളി വിശ്വാസികൾ കിണറ്റിൻ്റെ അകത്തൊരു കിണർ, അതിൻ്റെ അകത്തൊരു കിണർ, അതിൻ്റെ അകത്തൊരു കിണർ, ഏറ്റവും ഒടുവിൽ ആ കിണറിനകത്തൊരു തവള. വെറും കിണറ്റിലെ തവളയെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, അത് വളരെ ജനറലായിപ്പോയി. കിണറ്റിനകത്തൊരു കിണർ, പിന്നെ അതിനകത്തൊരു കിണർ, പിന്നെ അതിനകത്തൊരു കിണർ, ഏറ്റവും ഒടുവിൽ അതിനകത്തൊരു തവള. അങ്ങനെ കിടക്കുന്ന തവളകളാണ് നമ്മൾ, ക്ഷമിക്കണം ഞാൻ ഉൾപ്പെടെ. അതൊരു വലിയ സത്യമാണ്. കാര്യം വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത രീതികൾ, എല്ലാത്തിലും വ്യത്യാസമാണ്. പക്ഷെ അങ്ങനെയുള്ളവരുമായിട്ട് ചേർന്ന് ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യസ്തതയും അവിടെ കാണുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വർഗം എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടി. പക്ഷേ നമുക്കിഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യമുണ്ട്. പക്ഷേ നമുക്കിഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, വേറെ എങ്ങും പോയേക്കരുത്, സ്വർഗത്തിലും പോയേക്കരുത്. കാരണം നമ്മളെങ്ങാണ് ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൽ ചെന്ന് പെട്ടാൽ ഇതെല്ലാം കൂടെ കണ്ട അപ്പം തന്നെ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയും. കാരണം ഇതൊന്നുമല്ല ഞങ്ങൾ പരിചയിച്ചത്, ഇതൊന്നുമല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്
എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഒന്ന് ഇവിടെ വെച്ച് ഒന്ന് ഒരുങ്ങുന്നത് കൊള്ളാം, സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും സംസ്കാരത്തിലും അല്ലേ പെട്ടവരുണ്ടായിരിക്കും ദൈവരാജ്യത്തിൽ, അതിനൊരു സംശയം വേണ്ട. പക്ഷേ ആ സകലര് ഭൂമിയുടെ അറ്റത്തോളം പോയി സകലരോടും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പറയണം അല്ലേ എന്നുള്ളത് നമ്മളോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ആ കൽപ്പന നിർവഹിക്കാതെ നമ്മളിങ്ങനെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് വന്ന് ഇരുന്ന് പോയിട്ട് ഒരു കാര്യമില്ല. ഇതും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, അത് ഓർക്കണം. അത് തന്നെയാണ് അവിടെയും കേട്ടത്. എന്തായാലും ആ കോൺഫറൻസിനൊരു നല്ല തീം ഉണ്ടായിരുന്നു, അതെനിക്ക് എന്നെ വളരെ ടച്ച് ചെയ്തു. ലെറ്റ് ദ ചർച്ച് ഡിക്ലെയർ ആൻഡ് ഡിസ്പ്ലേ ക്രൈസ്റ്റ് ടുഗദർ. ഇത്രയേ ഉള്ളായിരുന്നു. ലെറ്റ് ദ ചർച്ച് ഡിക്ലെയർ ആൻഡ് ഡിസ്പ്ലേ ക്രൈസ്റ്റ് ടുഗദർ. ലെറ്റ് ദ ചർച്ച്, ക്രിസ്തുവിന് ഒരു സഭയേ ഉള്ളൂ. ആ സഭ ഒന്നിച്ച് എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഡിസ്പ്ലേ ചെയ്യട്ടെ, ഡിക്ലെയർ ചെയ്യട്ടെ, ഒന്നിച്ച് ചെയ്യട്ടെ. അതായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി ഈ 5200 പേരെയും പിന്നെ അവരുടെ വോളണ്ടിയേഴ്സ്, അവരെ കാര്യങ്ങൾ അവർക്ക് വിളമ്പാനും കുടിക്കാനും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇതെല്ലാം കൂടി അത് വേറൊരു 1000 പേര് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഇത്രയും പേരെ ചേർന്ന് അതിനുള്ള നല്ല സെറ്റപ്പുകൾ അവിടെ ഉണ്ട്, വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു 500 പേരെ മാനേജ് ചെയ്യാൻ പ്രയാസമോ, പക്ഷെ അവിടെ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അതിനുള്ള സംഗതികൾ അവിടെ ഉണ്ട്. അതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ആ കൊറിയൻ ചർച്ചിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അവർക്ക് ഒരു വാക്ക് ഇംഗ്ലീഷ് ഈ കൊറിയക്കാർ പറയത്തില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. ഒരു വാക്ക് ഇവർ ഇംഗ്ലീഷിൽ പറയത്തില്ല, മുഴുവൻ ഈ പറയുന്നത് അവരുടെ ഭാഷയെ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളായിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ. കാരണം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, തിരിച്ച് നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രം ഒരു ചെറിയ പ്രശ്നം പോലെ ഞാൻ കണ്ടു. പക്ഷേ മറ്റല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ രാവിലത്തെ മെയിൻ സെഷൻസ് അല്ലാതെ അത് കഴിഞ്ഞിട്ടൊരു ടേബിൾ ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട്. ഈ 1000-ലധികം ടേബിൾസിലാണ് എല്ലാവരും ഇരുത്തിയിരിക്കുന്നത്. അപ്പം 6 പേര് ഒരു ടേബിളിലുണ്ടെങ്കിൽ ഞാനിരുന്ന ടേബിൾ ഗ്രൂപ്പ് ലീഡർ ഞാനുമായിരുന്നു. അപ്പം എൻ്റെ കൂടെ ഇരുന്ന മറ്റ് 5 പേര് 5 രാജ്യങ്ങളിൽപ്പെട്ടവരും 5 വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പം അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ നിന്നെ വിചാരകനാക്കും. ഞാനിവിടെ ചിലപ്പോൾ ഡിവോഷൻ വരുമ്പോൾ 5 പേരെ കാണത്തുള്ളൂ. ആ കൂടി ശാന്തമ്മ ആൻറ്റിയും രാനി ആൻറ്റിയും പിന്നെ ആരെങ്കിലും 2-3 പേരും കൂടെ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസ്തമായിട്ട് 5 പേരോട് പറയാനുള്ളതും സംസാരിക്കാനുള്ളതും പഠിപ്പിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് 1 മണിക്കൂർ പറയും. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഈ 5 പേരോട് മാത്രം വന്നിട്ട് എന്താ കാര്യം? പക്ഷെ അവിടെ ചെന്ന് ഈ 5 പേരോട്ട് അവർ 5 രാജ്യത്തു നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവരോടത് പറഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. വിശ്വസ്തമായിട്ട് ഈ വീട്ടിൽ 5 പേരോട് ഇരുന്നാലേ ദൈവം ഈ പറഞ്ഞ അധികത്തിൽ നമ്മളെ ആക്കത്തുള്ളൂ എന്നുള്ളത് കാര്യം മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന UK നിന്ന് വന്നൊരു സഹോദരൻ, അവന് ഈ പറഞ്ഞ പോലെ ഒരു ക്ലർജി കോളറൊക്കെ ഇട്ടാ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റി? അവൻ പറഞ്ഞ്, ഐ എം എ മിനിസ്റ്റർ, ഞാനൊരു പട്ടക്കാരനാണ്. അവൻ UK-യിൽ ട്രിനിറ്റി ബ്രോംപ്ടൺ എന്ന് പറഞ്ഞ ആ അറിയപ്പെടുന്ന കത്തീഡ്രലിലെ അസിസ്റ്റൻറ്റ് വികാരിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യം പറഞ്ഞാൽ, ഐ എം എ കരിസ്മാറ്റിക് ഓൾസോ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ, സന്തോഷം. 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ടേബിളിലിരിക്കുന്ന മറ്റൊരു പെൺകുട്ടി, അവൾ ഇന്തോനേഷ്യക്കാരിയാണ്, അവളിപ്പോൾ ജർമ്മനിയിൽ ഒരു ബിസിനസ് നടത്തുന്നു. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, ദേ നിൻ്റെ അടുത്തടുത്തിരിക്കുന്ന നമ്മുടെ പാർട്ടിയില്ലേ? ഞാൻ ആരാന്നറിയാമോ? ഞാൻ പറഞ്ഞു, ആരാ? പുള്ളി UK-യിലെ ഒരു പട്ടക്കാരനല്ലേ? അതെ. ദേ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് എന്നെ കാണിക്കുക, വേൾഡ് വിഷൻ്റെ CEO ആൻഡ് പ്രസിഡൻറ്റ്, 100 രാജ്യങ്ങൾക്ക് അധിപതിയാണ്, 34,000 സ്റ്റാഫുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ. അടുത്ത ദിവസം അയാളെ കണ്ടപ്പോൾ നമുക്ക് ഇരിക്കണോ എഴുന്നേക്കണോ? ആരാണ്ട് പറഞ്ഞാൽ നമ്മളൊരുമാതിരി വെട്ടുക്കിളികൾ പോലെ തോന്നി പുള്ളിയുടെ പോയിരുന്നു. പക്ഷേ ആ സോന അത് കഴിഞ്ഞ ദിവസം എത്രയും താഴ്മയുള്ള മനുഷ്യരെ ഒരുപാട് കാണാൻ കിട്ടും. ഞാൻ ചിലപ്പം ചിന്തിക്കും, ഇവിടെ 34 പേർക്ക് അധിപതിയായ നമ്മുടെ ഒരു ഗമയെന്ന് കാണേണ്ടതാണ്. ഇവിടെ 34,000 പേർക്ക് അധിപതിയായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരാൾ എന്ത് താഴ്മയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞു പോയി എന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു ചമ്മൽ കാണണമായിരുന്നു, സത്യം പറഞ്ഞു. അവസാനം പോകാൻ നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാം, എന്നെ ഈ കോൺഫറൻസിലേക്ക് ദൈവം കൊണ്ടുവന്ന് നിന്നെ പരിചയപ്പെടാനും നിൻ്റെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ്. ഒരു വാക്കും കൂടെ കടത്തിയവൻ പറഞ്ഞു, ഈ സ്റ്റേജിൽ നിന്ന് കിട്ടിയതിനേക്കാളും എനിക്ക് നിൻ്റെ നിന്ന് കിട്ടി. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ദൈവം പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? നിനക്ക് സങ്കടം വരുന്നില്ല, നിൻ്റെ മുമ്പിൽ നാട്ടിൽ 5 പേരെ ഉള്ളെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ 5 രാജ്യത്തു നിന്ന് 5 പേരെ കൊണ്ടിരുത്തിയില്ലേ? അവരിനി ഈ രാജ്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകത്തില്ലേ പല കാര്യങ്ങളിലും. അപ്പം നമ്മളും ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം വിശ്വസ്തൻ,
ആ ദൈവം നമ്മളെ മാനിക്കുന്നുള്ളതിൻ്റെ നല്ലൊരു സാക്ഷ്യവും കൂടിയാണ്. ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ആ കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവിടെ കാണിച്ച എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ദിവസം ലാസ്റ്റ് ബട്ട് വൺ കൊറിയൻ ചർച്ചിൻ്റെ ഒരു ഹിസ്റ്ററി അവർ കാണിച്ചു. അതായത് ഈ കൊറിയൻ ചർച്ച് എങ്ങനെ ഉണ്ടായി, അവിടെ എങ്ങനെ ആരാദ്യം സുവിശേഷം കൊണ്ടുവന്നു, ഇത്രയും വർഷത്തിനകത്ത് ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയും വലിയൊരു രാജ്യം എങ്ങനെ, അത് പ്രത്യേകിച്ച് നല്ലൊരു മെജോറിറ്റി ക്രിസ്ത്യൻസുമാണ്, ഈ ചർച്ചുകളൊക്കെ എങ്ങനെ വളർന്നു. ലോകത്തുള്ള മെഗാ ചർച്ചുകളിൽ 25 ചർച്ചുകൾ കൊറിയയിലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ മൊത്തം ചരിത്രം ഒരു വൈകുന്നേരം അവരത് കാണിച്ചു. അത് വളരെ ടച്ചിങ് ആയിരുന്നു. പക്ഷെ അതെല്ലാം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കർത്താവേ ഇത് തന്നെ ഒരു ദിവസം ഞങ്ങളുടെ ഇന്ത്യയിലും സംഭവിക്കും. ഇന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പലതും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. ഇവിടെയൊക്കെ ഒരു ഉണർവ് വരുമോ, ഇവിടെയൊക്കെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും, ദൈവം പ്രവർത്തിക്കും. പക്ഷേ കൊറിയയിലൊരു വലിയ ഉണർവുണ്ടായിട്ട് എല്ലാവരും കൂടെ ക്രിസ്ത്യാനികളായതല്ല, പടിയായിട്ട് ഗ്രാജുവലായിട്ടുണ്ടായ ചർച്ച് ഗ്രോത്താണ്. പക്ഷേ ആ ചർച്ച് ഗ്രോത്ത് ഇന്ന് ലോകത്തെമ്പാടും അനേകരൊരു മാതൃകയായിട്ടൊക്കെ കാണുന്നെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടുപിടിച്ച ഒരു കാരണം, ഈ കൊറിയൻ ചർച്ചിൽ പ്രെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റുന്ന ഒറ്റ പ്രാർത്ഥനയാണ്. പിന്നെ ഈ ഇടവും വല്ലതും നോട്ടവും ഇല്ല, അങ്ങ് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉറക്കെ ശബ്ദം ഉയർത്തി എല്ലാവരും കൂടി എഴുന്നേറ്റ് ഒരു പ്രത്യേക പോസ്റ്ററിൽ വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. അതൊരു 15 മിനിറ്റൊക്കെ ഒറ്റ സ്ട്രെച്ചിന് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള എൻ്റെ സംശയമൊന്നും വേണ്ട അല്ലേ. അവർക്ക് ഈ പറഞ്ഞ നമ്മളെപ്പോലെ നമുക്കൊക്കെ ഈ മലയാളി ക്രിസ്ത്യാനിക്ക് ഒത്തിരി അഹങ്കാരമുണ്ട്, നമുക്കെല്ലാം അറിയാമെന്ന്. അവർക്ക് പലതും അറിയത്തില്ല, അവർ പുതു ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവർക്ക് അറിയുന്ന ദൈവത്തെ അവരാത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, ആ ദൈവത്തോട് വിശ്വാസത്തോടെ ഒരു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്കറിയുന്ന വചനങ്ങൾ അവരന്യോന്യം പങ്കിടുന്നു, അല്ലെങ്കിൽ അവരറിയുന്ന കർത്താവിനെ അവർ വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സാക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ അവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി, സഭകൾ അവിടെ ശക്തമായി വളരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത സഭയിലെ കാര്യം ഞാൻ അല്പം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം ആരോട് ചോദിച്ചാൽ അവിടെ പോയി ഭക്ഷണം എന്താ ഉണ്ടായിരുന്നു. ഭക്ഷണം നല്ലതായിരുന്നു, 3 നേരവും ചോറായിരുന്നു. രാവിലെ ചോറ് കഴിക്കുന്ന വല്ലവരും ഉണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറുണ്ടായിരുന്നു, പക്ഷേ ഒരു സ്റ്റിക്കി റൈസാണ്, അത്രയേ ഉള്ളൂ കുഴപ്പം. എന്തായാലും വണ്ണമൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും 3 നേരത്തെ, പക്ഷേ അവിടെ ഈ മസാലയൊന്നും ഇല്ലാത്ത നല്ല ഇറച്ചിയും മീനും ഇഷ്ടംപോലെ പന്നി ഇറച്ചിയും എല്ലാം കഴിച്ച് ഇവിടെ വന്ന് മോര് കാച്ചിയതും മീൻ മുളകിട്ട് വെച്ചതും ഇറച്ചിയും മസാലയിലാണ് കഴിച്ചപ്പോൾ ഇപ്പോൾ ആകെ ഒരു സുഖവുമില്ല. ഒരു കാര്യം മനസ്സിലാക്കിയേക്കാം, നിങ്ങൾ മലയാളികൾ നിങ്ങളുടെ ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ഈ ഭക്ഷണക്രമം ഒന്ന് മാറ്റിയാൽ തന്നെ സുഖമായിട്ട് ജീവിക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് പ്രശ്നം. അയാണ്ട് പറഞ്ഞല്ലോ, ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, വീട്ടിൽ വന്ന് നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ വയറിളവെന്നു പറഞ്ഞ പോലെ. അതുകൊണ്ട് അവിടെ പഠിച്ച 1-2 കാര്യങ്ങൾ, റിഫോം ഫ്രം ക്ലർജി ഡോമിനേറ്റഡ് ടു എവറി ബിലീവർ മിനിസ്ട്രി. പട്ടക്കാരും പാസ്റ്റർമാരും മാത്രമല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്, ഓരോ അംഗങ്ങൾക്കും ഒരു ശുശ്രൂഷ കർത്താവ് കൊടുത്തു. ഇത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിത് പറയാൻ കൊള്ളാം, പഠിപ്പിക്കാൻ കൊള്ളാം, ഒരാശയമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കൊള്ളാം, പക്ഷേ ഹൗ പ്രാക്ടിക്കൽ ഇറ്റ് ഈസ് ദാറ്റ് എവ്രി വൺ വിൽ ബി മിനിസ്റ്റേഴ്സ്, എവ്രിബഡി വിൽ ബി ഡൂയിങ് സം മിനിസ്ട്രി അക്കോർഡിംഗ് ടു ദെയർ കോളിംഗ് ആൻഡ് ഗിഫ്റ്റിംഗ്. അവരവരുടെ വിളിയും അവരവരുടെ ദൈവം കൊടുത്ത കൃപയ്ക്കും വരത്തിനും ഒത്തവണ്ണം എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ വേല നമ്മൾ ചെയ്യുമ്പോൾ ആ സന്തോഷം ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വളരെ അവിടെ കേട്ടത്. പാസ്റ്റേഴ്സ് ആർ അല്ലെങ്കിൽ ലീഡേഴ്സ്, ദേ ആർ ജനറൽസ്, ഓക്കെ, ബട്ട് റിമെമ്പർ ദ ചർച്ച് ഇസ് ദി ആർമി അല്ലേ. ദൈവസഭ ഒരു സൈന്യമാണ്. സൈന്യം എന്ന് പറഞ്ഞാൽ ജനറൽസ് മാത്രമല്ല ഒരു യുദ്ധത്തിന് പോകുന്നത്, സൈന്യം ഒന്നിച്ചാണ് പോകുന്നത്. അതുപോലെ സഭ ഒന്നിച്ചു പോയി ശക്തമായൊരു വേല ചെയ്യേണ്ട കാലമായി പ്രിയപ്പെട്ടവരെ. ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ബുധനാഴ്ച അവിടെ ഒരു വൈകുന്നേരം 8 മണിക്കൊരു ഇന്ത്യൻ പാസ്റ്റേഴ്സിന് വേണ്ടി, ഏഷ്യൻ പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് തൊട്ടടുത്ത് ഷെറാട്ടൺ ഹോട്ടലിലൊരു, അത് സെഷൻസ് എല്ലാം കഴിഞ്ഞ് 8 മണിക്ക് ഷട്ടിൽസ് ഹോട്ടലിലോട്ട് പോകാനിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നത്, പെട്ടെന്ന് വരണം, 8 മണിക്കൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, യു ആർ ഇൻവൈറ്റഡ്. എനിക്കൊരു പേടിയായി, അയ്യോ ഞാൻ പോയി ഇങ്ങനെ എത്ര മണി വരെ പോകും, ഒരു 10 മണി വരെ പോകും. ഞാൻ 10 മണി ഞാൻ എങ്ങനെ ഹോട്ടലിൽ എത്തും, ഒത്തിരി ദൂരമാണ് ഹോട്ടൽ. അത് കുഴപ്പമില്ല, ഞങ്ങൾ ടാക്സിയിൽ വിടാൻ കുഴപ്പമില്ല. അത് ഞാൻ ചെന്നപ്പം ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ, തായ്വാൻ, ചൈന, ഫിലിപ്പൈൻസ്, പിന്നെ ഇങ്ങോട്ട് വന്ന് സിംഗപ്പൂർ, മലേഷ്യ, മ്യാൻമാർ, നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ, ഇത്രയും രാജ്യങ്ങളിലെ പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സെലക്റ്റഡ് പാസ്റ്റേഴ്സേ ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു. അത് ഞാൻ നിങ്ങളോട് പറയാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവിടെ കൊറിയൻ ചർച്ച് പറഞ്ഞൊരു സാക്ഷ്യം,
ഇത്രയും വർഷമായുള്ളൂ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളും അവിടെ സഭയൊക്കെ വളർന്നിട്ട്. പക്ഷേ ലോകത്തുള്ള മെഗാ ചർച്ചുകൾ 25 കൊറിയയിലാണെന്ന് പറഞ്ഞില്ലേ, ആ 25 ചർച്ചിൽ നിന്നും ആയിരക്കണക്കിന് മിഷണറിമാരെ ലോകമെമ്പാടും അയക്കുന്നു. അതിൻ്റെ അർത്ഥം ഇന്നൊരു രാജ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്ന രാജ്യം കൊറിയയാണ്, സൗത്ത് കൊറിയയാണ്. എത്ര പേരുണ്ടെന്ന് അറിയാമോ? 24,400 മിഷണറിമാർ ആസ് ഓഫ് നൗ ടുഡേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരാൾ മിഷണറി ആയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ബൈബിളും എടുത്ത് പിന്നെ കുറേ ട്രാക്റ്റും എടുത്ത് സ്തോത്രം പറഞ്ഞങ്ങ് പോകാൻ അല്ല. അവർ പല രാജ്യങ്ങളിൽ ഓരോ ജോലിക്കായിട്ട് പോകാൻ. ചിലർ മിക്കവാറും പോയിരിക്കും എന്ത് ജോലിക്കാന്ന് പറയാം, വീട്ടുജോലിക്ക്. അവർ വീട്ടുജോലിക്കാരാണ്. അങ്ങനെ വീട്ടുജോലിക്കാരായിട്ട് വന്ന ചില കൊറിയൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതെവിടാണെന്നറിയാം, കാശ്മീരിലുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ അവർ വീട്ടുജോലിക്കാർ. ചിലർ റിക്ഷ വലിക്കുന്നു, റിക്ഷ ചവിട്ടുന്നു. കാര്യം അപൂർവം ചിലരേ ഉള്ളൂ വലിയ ജോലിക്കാവുന്ന ജോലി ചെയ്യാനേ നേരം കാണത്തുള്ളൂ. ഇതവർ ഒരു വീട്ടുജോലിക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടി ഓടിക്കാൻ വരുന്നു, എന്തെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ മുഴുവൻ ഇവർ ചെന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്ന രാജ്യം സൗത്ത് കൊറിയയാണ്. ചിന്തിച്ച് നോക്കിയേ. അടുത്തത് 2ാം സ്ഥാനത്ത് ആരായിരിക്കും എന്ന് പറഞ്ഞേ? നമ്പർ 2 ആരായിരിക്കും? 22,000 മിഷണറിമാരെ അയച്ച രാജ്യമാണ് 2ാമത് വരുന്നത്. അതാരാന്നറിയാമോ? ചൈന. ചൈനയിലെ ആ പാസ്പോർട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒറ്റ വാക്ക് ആ മനുഷ്യന് ഇംഗ്ലീഷ് അറിയത്തില്ല. അയാൾ ഇൻ്റർപ്രിറ്ററേയും കൊണ്ടാണ് നടന്നത്. തർജ്ജമക്കാരൻ്റെ ഇല്ലെങ്കിൽ അയാൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ പറയുക 22,000 മിഷണറിമാരെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഓർക്കണം, ചൈനയിലെ സഭ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അംഗീകരിച്ച സഭയല്ല, എല്ലാം അണ്ടർഗ്രൗണ്ട് ചർച്ച അല്ലേ, എല്ലാ ഒളിസഭകളാണ്. പക്ഷേ ആ ഒളിച്ചിരിക്കുന്ന സഭ 22,000 മിഷണറിമാരെ ലോകമെമ്പാടും അയച്ചിരിക്കുന്നു. അടുത്തത് എന്നെ ഞെട്ടിച്ചത് പാകിസ്ഥാനിലെ സഭ 400 മിഷണറിമാരെ അവർ ലോകമെമ്പാടും അയച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ബംഗ്ലാദേശി. ഞാൻ ചോദിച്ചു, ബംഗ്ലാദേശി നിങ്ങളെന്തോന്ന് ചെയ്തു? 90 പേരെ ഞങ്ങൾ അയച്ചു പാസ്റ്ററെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട്. അപ്പം അവിടെയുള്ള എല്ലാ പാസ്റ്റേഴ്സിൻ്റെ ചർച്ചസിൻ്റെ ആ ഇത് റെക്കോർഡ്സ് കണ്ടപ്പം ഒരു കാര്യം മനസ്സിലായി. ഒരു കാര്യം അവർ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യം, അൺലെസ് ഈ മിഷണറിമാരെ അയക്കേണ്ടത് മിഷണറി ഏജൻസീസ് അല്ല. ഇവിടെ ഇരിക്കുന്ന മിഷണറി ഏജൻസീസ്, പാരാ ചർച്ച് ഓർഗനൈസേഷൻസ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അവിടെ പഠിച്ചൊരു കാര്യം, അത് സത്യമാണ് അല്ലേ. ഈ മിഷണറി ഏജൻസീസ് വിചാരിച്ചാൽ മിഷണറിമാരെ അയക്കാൻ പറ്റത്തില്ല. അവരെവിടാണ് അയക്കേണ്ടതെന്നൊക്കെ കണ്ടുപിടിച്ച് തരും. വേണമെങ്കിൽ അവർ കുറച്ച് ഉത്തരവാദിത്തം എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും, കാശ് കൊടുത്താൽ മതി. പക്ഷേ അവർ പറഞ്ഞ ഒറ്റ കാര്യം, ഇഫ് എ മിഷണറി ഹാസ് ടു ഗോ ഫ്രം ദ ചർച്ച് പാസ്റ്റർ ഹാസ് ടു ഡിസൈഡ് ആൻഡ് സെൻഡ്. ചർച്ചുകൾ വിചാരിച്ചെങ്കിലേ മിഷണറിമാരെ അയക്കാൻ പറ്റൂ, അല്ലാതെ ഏജൻസീസ് വിചാരിച്ചാലല്ല. അപ്പം അവിടെയുള്ള എല്ലാ ചർച്ചസും അവരുടെ പാസ്റ്റേഴ്സ് തീരുമാനിച്ചു ഞങ്ങൾ അയക്കും, അതുകൊണ്ട് അയക്കുന്നു. ഇന്ന് ഈ അവസാനം എല്ലാം കഴിഞ്ഞപ്പം ഇന്ത്യയിൽ നിന്ന് എത്ര പേരെ അയച്ചു? കൊച്ചിയിൽ നിന്നൊരു യങ് പാസ്റ്ററും ഞാനും മാത്രമേ ആ മീറ്റിങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന്. ഞങ്ങൾ 2 പേരും തല കുനിച്ച് അവിടെ നിന്നു. ഒരു കാലത്ത് കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് തമിഴ്നാട്ടിലൂടെ കയറി, ആന്ധ്രയിലൂടെ കയറി, കർണാടകത്തിൽ കയറി, നോർത്ത് ഇന്ത്യയിൽ പോയി, നോർത്ത് ഈസ്റ്റിൽ പോയി, നേപ്പാളിൽ പോയി, എല്ലായിടത്തും പോയ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട്. അപ്പം ഞാനവിടെ നിന്ന് ചിന്തിച്ചു, ചൈന നമ്മളിപ്പോൾ 2ാമതാണ്, നമ്മളാണ് 1ാമത് അല്ലേ? ഇന്ത്യയാണ് ജനസംഖ്യയിൽ 1ാമത്. നമ്മൾ വിചാരിച്ച ലോകത്തെ 1-ലധികം പ്രാവശ്യം സുവിശേഷിക്കാനുള്ള മിഷണറിമാരെ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അയക്കാൻ കഴിയും. അതിൽ തന്നെ കേരളത്തിൽ നിന്ന് അയക്കാൻ കഴിയും. പക്ഷേ ഞാൻ അവിടെ നിന്നോട് തല കുനിച്ചതിൻ്റെ ഒരു കാര്യം, ദെൻ വൈ, എന്തുകൊണ്ട് അയക്കുന്നില്ല? കാര്യം അയക്കണം. അയക്കാഞ്ഞാൽ എങ്ങനെ പോകും? അവർ പോകാഞ്ഞാൽ എങ്ങനെ അവിടെ ഇരിക്കുന്നവർ കേൾക്കാഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പം അതിൻ്റെ ആ ചെയിനിൻ്റെ ആദ്യം എന്താ? അയക്കണം അല്ലേ? പോകാൻ ചിലപ്പം ചിലർക്ക് താല്പര്യം കാണും, അല്ലെങ്കിൽ ചിലർക്ക് അറിയത്തില്ലായിരിക്കും പോകണമെന്ന്. പക്ഷേ പോകണം എന്നുള്ളത് ആര് പറയണം? സഭ പറയണം. അത് സഭയിലെ നേതൃത്വം പറയണം. അതാര് പറയണം? നമ്മുടെ കോൺടാക്റ്റിൽ പാസ്റ്റർ പറയണം. പക്ഷെ നമ്മുടെ പ്രശ്നം, പാസ്റ്റർ നിന്ന് കണക്കെടുക്കുന്നത് എന്താണെന്നറിയാം. രാവിലെ ഇരുന്നുകൊണ്ട് ഈ കസേരയിൽ ആരായിരിക്കുന്നത്? മറിയാൻ വേണ്ടിയല്ലേ? വന്നില്ല. ഓ പയ്യായിരിക്കുമല്ലേ, ശരി. അവിടെ ആരായിരിക്കുന്നത്? ഏതെങ്കിലും കസേര ഒഴിഞ്ഞു നടന്ന ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, എവിടെ പോയി? ഉച്ച കഴിയുമ്പോൾ ഞാൻ നേരെ വിളിക്കും, എന്തു പറ്റി? കണ്ടില്ല. അയ്യോ വയ്യായിരുന്നു. ഓ കുഴപ്പമില്ല, വേറെ സഭയിൽ പോയതല്ലല്ലോ.
സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓർണമെൻ്റൽ ഫിഷ് ടാങ്ക് ഇല്ലേ, അക്വേറിയം എന്ന് പറയും, അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. നമ്മൾ ഓരോ നല്ല അക്വേറിയംസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്താണ്? ഹൗസ് ഓഫ് പ്രെയർ അക്വേറിയം. എല്ലാവിധ അലങ്കാര മത്സ്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, നല്ല മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കണ്ടിട്ട്. ഇതെല്ലാം കൂടെ കണ്ണാടി കൂട്ടിയിട്ട് വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ ചിരിച്ചോണ്ട് പറയുന്നെങ്കിലും എൻ്റെ ഉള്ളം നീറുക. എന്നിട്ട് നമ്മളിരുന്നുകൊണ്ട് പറയുകയാണ് ആമേൻ കർത്താവേ യേശുവേ. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്, മനസ്സിലായല്ലോ. എന്നാൽ പറയാൻ മനസാക്ഷി അനുവദിക്കുന്നില്ല. എങ്ങനെ പറയാൻ പറ്റും കർത്താവേ വരണമേ എന്ന്? ഇനിയും ഒരു പാട്ടുണ്ട്, ഇനിയും ഭൂമിയിൽ അനേകരായി ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസ മനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ആ അർത്ഥം എനിക്ക് വളരെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയാതിരിക്കുമ്പോൾ അലസ മനസ്സുമായിട്ട് ഞങ്ങൾ സഭയിലിരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്നൊരു പാട്ടുണ്ട് അല്ലേ. ഞാൻ അവിടെ വെച്ച് ഞാൻ കണ്ണീരോട് തലകുനിഞ്ഞാണ് ഞാൻ മുഴുവൻ സമയം അവിടെ ഇരുന്നത്. കഴിഞ്ഞപ്പം ഒരു കൊറിയൻ പാസ്റ്റർ, അത് ലീഡ് ചെയ്ത ആൾ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് 90 വയസ്സുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പപ്പയാണ് കൊറിയയിൽ ആദ്യത്തെ 10 മിഷണറിമാരിൽ ഒരാൾ. അത് അദ്ദേഹം മിഷണറിയായിട്ട് പോയത് 60 വർഷം മുമ്പാണ്. ഇന്നും 90 വയസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ മുന്നോട്ട് വിളിക്കുകയാണ്. പപ്പ, അദ്ദേഹം നല്ല മുന്നോട്ട് നടന്നു പോകും, നല്ല മിടുക്കനായിട്ട് നല്ല കൈയൊന്നും മറയ്ക്കുന്നില്ല. ഫോൺ മൈക്കെടുത്ത് ഒരു 10 മിനിറ്റ് അദ്ദേഹം വളരെ ആവേശത്തിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ 60 വർഷ ശുശ്രൂഷയിൽ 52 വർഷവും ഞാൻ മറ്റ് രാജ്യങ്ങളിൽ, അതിൽ 12 വർഷം ചൈനയിലായിരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല. കാലേബിനെ പോലെ പറയാം, ആ മല തന്നാൽ ഇനിയും ഞാൻ പോകാം എന്നുള്ള ആവേശത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഇനി കർത്താവ് എത്രയും പെട്ടെന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, അടുത്ത തലമുറയോട് നിങ്ങൾ പോകണം. എന്നിട്ട് പാസ്റ്റർമാരോട് പുള്ളി തൊഴുതു പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങളെ സുവിശേഷ വേലയ്ക്കായി അയക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുട്ടികൾ ലോകമെമ്പാടും പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, കല്യാണം കഴിച്ചു പോകുന്നു. അവർ മിടുക്കരാ. നമ്മുടെ തലമുറ ആലോചിച്ച് നോക്കിയാൽ മിടുക്കരാ. അവർ ഒരു പരിചയമില്ലാത്ത രാജ്യത്ത് അവർ കൂളായിട്ട് പോകും. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും, ജയിക്കും, ജോലിയെടുക്കും, അവിടെ വീട് വയ്ക്കും അല്ലേ, അവിടെ സെറ്റിലാവും, ഒരു കുഴപ്പമില്ല. അവിടുത്തുകാരെ കല്യാണം കഴിക്കും, ഒന്നും പ്രശ്നമില്ല. അവിടെ കുഞ്ഞുങ്ങളെ വളർത്തും, ഒരു പ്രശ്നമില്ല. എവിടെ പോയാലും പറഞ്ഞാൽ ജീവിക്കാൻ മിടുക്കരാണ് നമ്മുടെ ആൾക്കാർ. ഞാൻ ചോദിച്ചോട്ടെ, സുവിശേഷവുമായിട്ട് മാത്രം എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ പോകുന്നില്ല, നമ്മുടെ കുട്ടികൾ പോകുന്നില്ല അല്ലേ? ഇതൊന്ന് നമ്മൾ ചിന്തിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയ, ഇതാണ് എന്നെ ഏറ്റവും തൊട്ട ഒരു കാര്യം. അതിനൊറ്റ കാരണമേ കണ്ടുള്ളൂ, പ്രൊമോട്ട് റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് നോമിനൽ ഡിസൈപ്പിൾഷിപ്പ്. എന്താണ് ഈ നോമിനൽ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മളിരിക്കുന്ന നോമിനൽ ക്രിസ്ത്യൻസ് അല്ലേ, നമ്മൾ സാധാരണ മറ്റ് പള്ളിക്കാരെ നോക്കിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? അവരൊക്കെ നോമിനൽ ക്രിസ്ത്യൻസ്. അപ്പം നമ്മളെന്തുവാ? നോമിനലിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? നോർമൽ ആയിരുന്നെങ്കിൽ അബ്നോർമൽ എന്ന് പറയും. നോമിനലിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ അല്ലേ? നമ്മൾ എന്ത് കൂളായിട്ട് പറഞ്ഞാൽ അവരൊക്കെ നോമിനൽ ക്രിസ്ത്യൻസ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെന്തുവാ അപ്പം പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അവിടെ ഒരു നോമിനൽ ബിലീവറിനെ നമ്മൾ കാണുന്നില്ല, ഒരു നോമിനൽ ഡിസൈപ്പിളും ക്രിസ്ത്യനും ഇല്ല. അവിടെ ഉള്ള എല്ലാം റാഡിക്കലാണ്. 2-ാം അധ്യായത്തിൽ തന്നെ നോക്കിയേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെല്ലാം നിറച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല അവരെ റാഡിക്കലാക്കിയത്. അവരടുത്ത് ചെയ്തത് എന്താണെന്നറിയോ? ആരും ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, എല്ലാം പൊതുവകയെന്ന് എണ്ണി. ഈ ഒരു മാസത്തിനകത്ത് പുതിയ കാറ് വാങ്ങിച്ചിട്ടുള്ളത് ആരുണ്ട്? ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് നിങ്ങൾ. ഇനി ആ കാറ് നിങ്ങളുടെ അല്ല അല്ലേ? അന്നത്തെ ആ സഭയിൽ നിങ്ങൾ പുതിയ കാറുമായിട്ട് ചെന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് മദ്രാസിലൊരു കുടുംബത്തെ അറിയാം. അവർ അന്നത്തെ കാലത്ത് ഒരു അംബാസഡർ കാറ് ബുക്ക് ചെയ്ത് പുതിയത് അവർ പോയി എടുത്തിട്ട് അവർ നേരെ അപ്പം മക്കളോട് വിളിച്ച്, മക്കളെ 2 എടാ വരുന്നോ പപ്പ, കാർ എടുക്കാൻ പോകും. അയ്യോ പപ്പ ഞങ്ങളും വരുന്നത്. 2 കൂടെ ചാടി കാറി കയറി നേരെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഷോറൂമിൽ പോയി കാർ എടുത്തു. ആ മൗണ്ട് റോഡിൽ കൂടെ ഓടിച്ച് കൊണ്ടുവന്ന് നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അവരുടെ ചർച്ചിൽ കൊണ്ടുപോയി, അവരുടെ സഭയിൽ പാസ്റ്റർ എടുത്ത് കൊണ്ടുപോയിട്ട് പാസ്റ്റർ ഇറങ്ങി, പുതിയ കാർ ബ്രദർ, കൺഗ്രാജുലേഷൻസ്, ഓക്കെ. അപ്പം പാസ്റ്റർ എടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണല്ലോ.
പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൈമടക്കം കിട്ടും. പാസ്റ്റർ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അവിടെ പാസ്റ്റർ നടന്നങ്ങ് എന്ത് ചെയ്ത് 4 ടയറിലൊക്കെ തൊട്ട് ചുറ്റി നടന്നൊക്കെ പ്രാർത്ഥിച്ച് രക്തം കൊണ്ട് മുദ്രയിട്ടു, എല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കീ പാസ്റ്ററിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനാണ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം കീയും രക്തം കൊണ്ടൊക്കെ മുദ്രയിട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്കല്ല, ഞങ്ങൾക്കല്ല മേടിച്ചത്, ദൈവവേലയ്ക്കാണ്. നിങ്ങൾക്കിവിടെ ഒരു കാറില്ലല്ലോ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാറ് മേടിച്ചു തരാൻ എന്ന് പറഞ്ഞ് ആ താക്കോല് ആ പാസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. ഇന്ന് ചെന്നൈയിലെ സത്യം പറഞ്ഞാൽ ആ കുടുംബം ഏറ്റവും വലിയൊരു ബിസിനസ് ഫാമിലിയാണ്. സത്യം, ദൈവം അവരെ ഒട്ടും കുറച്ചിട്ടില്ല. പക്ഷെ അന്ന് ഒരു നല്ല പുതിയ കാറ് മേടിച്ച് ഒരു ദൈവവേലയ്ക്ക് കൊണ്ടൊരു ഒരു ഒരു ചർച്ചിൽ കൊണ്ട് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞവർ ഈ പറഞ്ഞ പോലെ കുറച്ച് മുന്നോട്ട് പോയപ്പം അവരുടെ ഫ്രിഡ്ജ് പഴയതാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നമുക്കൊരു ഫ്രിഡ്ജ് ഒന്ന് മാറ്റി ഒരു പുതിയത് മേടിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണ സമയത്ത് ഒത്തിരി ഡിസ്കൗണ്ടൊക്കെ ഉണ്ടല്ലോ. അവരെന്തായാലും ഒരു ഫ്രിഡ്ജ് കണ്ടുവച്ചു. അവർ ഫ്രിഡ്ജ് മേടിക്കാൻ പോവുക, അതിൻ്റെ പൈസയായിട്ട് പോവുക. അപ്പോൾ ഒരു പ്രശ്നം, പുതിയ ഫ്രിഡ്ജ് വരുമ്പോൾ ഈ പഴയ ഫ്രിഡ്ജ് എന്ത് ചെയ്യും? രണ്ടും കൂടി ഇരുന്നാൽ സ്ഥലമില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ഡിസ്പോസ് ചെയ്യണം. അത് വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു കൺവീനിയൻസ്, ഇതിനെ എങ്ങോട്ടേലും ഒഴിവാക്കണം. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ ഭാര്യയ്ക്ക്, ഒരു കാര്യം ചെയ്യാം, പാസ്റ്റർ കൊടുക്കാം. അവർ രണ്ടും കൂടെ ഉന്തി തള്ളി അതിനെ ഉരുട്ടി പുരട്ടി അതിൻ്റെ വണ്ടിയുടെ ബാക്കി വെച്ച് ഫ്രിഡ്ജ് വെച്ച് കെട്ടി എങ്ങോട്ട് പോവാണ്? പാസ്റ്റർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പാസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി ഫ്രിഡ്ജും പുറകെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുക, അയ്യോ ദൈവത്തിന് എന്തോ ഒരു സന്തോഷമായിരിക്കും. പാസ്റ്റർ ഞെട്ടിപ്പോവും ഇത്രയും വലിയ ഫ്രിഡ്ജ് കാണുമ്പോൾ. പിന്നെ സഭയിലും നാളെ ഓരോരുത്തരൊക്കെ അറിയുമ്പോഴും ഞങ്ങളുടെ പിന്നെ അസൂയായിരിക്കും, ഇത്രയും വലിയ ഫ്രിഡ്ജൊക്കെ കൊണ്ട് കൊടുത്തല്ലോ. അങ്ങനെ അവരിങ്ങനെ പോവാണ്. അപ്പോഴാണ് ദൈവം പതുക്കെ ഒരു ചോദ്യം, ഞാൻ ആരാ? നിങ്ങളുടെ ദൈവം. നിങ്ങളുടെ ചവറ് കൊണ്ട് തരാൻ ഞാനെന്താ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനോ? അവരൊന്നും മിണ്ടിയില്ല. ദേ ഗോട്ട് ദ മെസ്സേജ്. നേരെ വണ്ടി തിരിച്ച് ഈ ഫ്രിഡ്ജ് പഴയ പോലെ ഉന്തിത്തള്ളി അവിടെ തന്നെ കൊണ്ടുവച്ചു. നേരെ കടയിൽ പോയി കാശ് കൊടുത്ത് പുതിയ ഫ്രിഡ്ജ് മേടിച്ചു. നേരെ വിട്ടു. എങ്ങോട്ടാ? നിങ്ങൾ വിചാരിക്കുക ഇയാൾ എന്തോ കുറേ പോയിട്ട് വന്ന് പ്രോസ്പെരിറ്റി പറഞ്ഞിരിക്കുകയാണോ? പറയുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ. അവർ നേരെ കൊണ്ട് കൊടുത്തു, പാസ്റ്ററെ ദൈവം ഞങ്ങളോട് പറഞ്ഞു പാസ്റ്റർക്ക് ഒരു കാര്യം തരണം. ഈ ഫ്രിഡ്ജ് പുതിയത് അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെയാണ് ഞാൻ എന്ത് വിശദീകരിക്കാൻ ഇത്രയും പറഞ്ഞത്. റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം കൺവീനിയൻസ് ഡിസൈപ്പിൾഷിപ്പാണ്. പഴയ ഫ്രിഡ്ജ് എന്തെങ്കിലും എന്തായാലും കളഞ്ഞു കൊടുത്ത 1000 രൂപ പോലും കിട്ടത്തില്ല. പിന്നെ ആർക്കിരിക്കട്ടെ? പാസ്റ്റർക്ക് ഇരിക്കട്ടെ. ഇത് ചെയ്യുന്നതാണ് നോമിനൽ ഡിസൈപ്പിൾസ് ചെയ്യുന്നത്. പക്ഷേ റാഡിക്കൽ ഡിസൈപ്പിൾസ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇടയ്ക്ക് വന്നിട്ട് കഥ കയറി വന്നേ ഉള്ളൂ. അപ്പം ഇന്നും ഈ സഭയിൽ റാഡിക്കൽ ഡിസൈപ്പിൾസ് വേണ്ടിയത്, അല്ലാതെ നോമിനൽ അല്ല. അടുത്തത് ഞാൻ പഠിച്ച മറ്റൊരു കാര്യം, റിയലൈൻ ലീഡർഷിപ്പ് ടു ഇൻറ്റൻഷനലി എൻഗേജ് ദി യങ്ങർ ജനറേഷൻ. അടുത്ത തലമുറയെ കൈപിടിച്ചു കൊണ്ടുവന്ന് ശുശ്രൂഷകൾ ഏൽപ്പിച്ച് നാളത്തെ സഭ, കർത്താവ് വരാൻ താമസിച്ച നാളത്തെ സഭ മുന്നോട്ട് നയിക്കേണ്ടത് അടുത്ത തലമുറയാണെങ്കിൽ നമ്മളെല്ലാം ചത്തു കഴിഞ്ഞിട്ടല്ല അവർ വന്ന് നടത്തേണ്ടത്. ഇപ്പോഴേ അവരെ കൈപിടിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് നേതൃത്വത്തിലൊരു ഭാഗം അവരെ കൂടെ ഏൽപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചെടുക്കുക. ഇത് ഇന്നത്തെ ചർച്ച ചെയ്തില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇടയ്ക്ക് ഒരു അടക്കത്തിന് പോയപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. പള്ളി ഞാൻ പറയുന്നില്ല ഏതാന്ന്. എല്ലാം ഒരു 70 വയസ്സിന് മുകളിലുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെ നിന്നിട്ട് അടുത്തോ പറഞ്ഞു, ഇതേ നോക്കിയേ, അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെ നോക്കിയേ, അതിനകത്ത് ഒറ്റ ചെറുപ്പക്കാരില്ല. 5 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് എത്ര പേര് കാണും? നിങ്ങളല്ല ആ കണ്ടതിൽ. 10 വർഷം കഴിയുമ്പോൾ അതിനകത്ത് എത്ര പേര് കാണും? പക്ഷേ 10 വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞില്ല, എന്നാലും അവർ ഒരു ചെറുപ്പക്കാരനെ ആ ഏരിയയിൽ അടുപ്പിക്കത്തില്ല. കാര്യം എന്താ? ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വയസ്സായെങ്കിലും കൈ വിറയ്ക്കുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അവർ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനിത് അവരെ കുറ്റപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പം അപ്പം ഞാൻ പറയായിരുന്നു, സൗരാ, നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നം നമുക്കും ഉണ്ടാവും. നമുക്ക് ശേഷം നാളെ സഭ ഇല്ലാതെ വരും. അങ്ങനെയെങ്കിൽ അടുത്ത തലമുറയെ കൈ പിടിച്ചു കൊണ്ടുവന്ന്
കർത്താവിൻ്റെ വേലയിൽ അവരെ ആക്കണമെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഞാനവിടെ പഠിച്ചു. ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഈ പലരുമായിട്ട് സംസാരിക്കുമ്പം ഉക്രൈനിയൻസ്, ഒരു സഹോദരൻ എൻ്റെ കൂടെ കാപ്പ് കുടിക്കാൻ രാവിലെ ഞങ്ങൾ ഒരു ടേബിളിലായിരുന്നു. ഞാൻ സഹോദരൻ, നീ എവിടെയാണ് ഉക്രൈനിൽ? വെള്ളം നോക്കിയിട്ട് പറഞ്ഞ്, പത്രമൊന്നും വായിക്കാറില്ലേ? ഉക്രൈനിൽ നിന്നൊക്കെ ഞങ്ങൾ പോയി, ഞങ്ങളുടെ വീടൊക്കെ പോയി, ഞങ്ങൾ ഓടിപ്പോയി, അന്ന് ബോംബിട്ട് എല്ലാം പോയി, തിരിച്ചു പോയി. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോലും നിവൃത്തിയില്ല. ഞങ്ങൾ അവിടെ അല്ല ഇപ്പം ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ഷട്ടിലിൽ വന്നപ്പം, ബസ്സിൽ വന്നപ്പം ഞാനിവനും അടുത്തിരിക്കുക. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ ഞാൻ പരിചയപ്പെടുക. ഞാൻ ചോദിച്ചു, നമ്മൾ ആരെ കണ്ടാൽ ചോദിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാഗ് എടുത്ത് നോക്കുക എവിടെ നിന്നാണ്. നോക്കിയപ്പം റഷ്യ. അപ്പോൾ ഞാനിങ്ങനെ, ദൈവമേ, ഉക്രൈൻകാരനും റഷ്യക്കാരനും എപ്പം കഴുത്തിന് പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. അപ്പം ഇവന് പിടികിട്ടി. എൻ്റെ ഒരു പരിങ്ങലായിട്ട് ഇവൻ ചോദിക്കുക, ഹീ ഈസ് മൈ ഫ്രണ്ട്, ഹീ ഈസ് മൈ ബ്രദർ. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി. ഞങ്ങളിവിടെ വെച്ച് ദൈവസഭയിൽ നമ്മൾ ഒന്നിച്ചാണെങ്കിൽ ഈ വഴക്കുകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്റ്റേഷനിൽ ചെന്നപ്പം ഒരു ഇസ്രായേലി ജൂ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആരെ, ഒരു പാലസ്തീനിയൻ ക്രിസ്ത്യൻ. ഞാനത് ചോദിക്കുകയില്ലേ, നമ്മൾ പത്രത്തിലും ടി വിയിലും കാണുന്നതൊക്കെ എന്തൊക്കെയാണ്, വെടിയും പോകുകയും മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അതിനിടയിലും ദൈവമക്കൾ അവരെന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരേ അപ്പൻ്റെ മക്കളാണ്. ഇനി അതിലും വലുതാണ് ഈ കൊറിയക്കാരും ജപ്പാൻകാരും തമ്മിലുള്ള വഴക്കാരും. ജപ്പാൻകാർ ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നു. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒറ്റ ഒരു സങ്കടം മാത്രമേ കൊറിയക്കാർക്കുള്ളൂ, നോർത്ത് കൊറിയ എന്ന് ആരുമില്ല. അതാണ് അവരുടെ പ്രാർത്ഥന. അവരെല്ലാ പ്രാർത്ഥനയും അവസാനിപ്പിക്കുമ്പം ഈ ഒരു പ്രാർത്ഥനയെ, കർത്താവേ നോർത്ത് കൊറിയയെ അവിടെ തുറന്ന് ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ പേര് അപ്പുറത്താണ്, അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല, അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മളും പ്രാർത്ഥിക്കുമ്പം നോർത്ത് കൊറിയയ്ക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കുക. ആ രാജ്യം ഒന്ന് സ്വതന്ത്രമായി. ആ രണ്ട് രാജ്യങ്ങൾ, പണ്ട് ജർമ്മനി രണ്ടായിരുന്നത് ഒന്നായത് നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിൽ കണ്ടതാണ്. അതുപോലെ ഈ കൊറിയ ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി ദയവായി പ്രാർത്ഥിക്കും. കൊറിയയിൽ ആദ്യത്തെ ഒരു ഉണർവുണ്ടായത് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റലിലാണ്. പക്ഷേ അതാണ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് സ്പിൽ ഓവർ ചെയ്ത് ഇന്ന് ഇവിടെ ഒരു ഉണർവായി. പക്ഷേ അവിടെ അങ്ങ് അടഞ്ഞുപോയി. പിന്നീടാണ് അത് വിഭജനം വന്നത്. അപ്പം നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവവചനത്തിലേക്ക് ഞാൻ പോവാം, ഇത്രയും മതി. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ച പോയ ചർച്ച ഉണ്ടായിരുന്നത് പടമൊക്കെ ഞങ്ങൾ കണ്ടു. എന്തോന്ന്, അതിനെപ്പറ്റി പറയുമ്പോൾ രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ആ ചർച്ചിൽ ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത്. ഒയിഡോ ഫുൾ ഗോസ്പൽ ചർച്ച്, പോൾ യുങ്കിച്ചോ തുടങ്ങിയ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സഭ. അന്ന് 7 ലക്ഷം പേരുണ്ടായിരുന്നു. ഇപ്പോഴാ ചർച്ച 7 ലക്ഷം പേരൊന്നുമില്ല, 4,80,000 പേരെ ഒഫീഷ്യലി ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഈ സമയമല്ല, രാവിലെ ഞാൻ അവിടെ പോയി, ഒരു ടാക്സി എടുത്ത് പോയി. അവിടെ ഇംഗ്ലീഷ് കേൾക്കേണ്ടവർക്ക് വേണ്ടി മാത്രം ഹെഡ്സെറ്റ് വെച്ച് ഒരു കോർണറുണ്ട്. അവിടെയാണ് മറ്റോരോരോ ഭാഷക്കാർക്ക് ഓരോ കോർണറും, ബാക്കിയെല്ലാം കൊറിയയില്ല. ഞാൻ ചെന്നപ്പോഴതിന് മുമ്പേ അവിടെ ചർച്ചൊക്കെ ഫുള്ളായി. വന്ന് ആദ്യത്തെ 15 മിനിറ്റ് എഴുന്നേറ്റ് എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥന. അത് മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് ഒന്നാം തരം കൊയർന്ന് തന്നെ പറയാം, വർഷിപ്പ് ടീം എന്ന് പറഞ്ഞതിനേക്കാളും കൊയർന്ന് നല്ലൊരു സംഗീത ട്രൂപ്പ് അവിടെ പെർഫോം ചെയ്തു, എല്ലാ ഇൻസ്ട്രുമെൻസും ഒക്കെ വെച്ച് എല്ലാവരും. പാസ്റ്റർ വന്ന് നിന്ന് അതേ ഒരു കൊച്ചു പ്രസംഗം. ആ പ്രസംഗം എന്താണെന്നുള്ളത് നോട്ടടിച്ച് നേരത്തെ കയറി വരുമ്പോൾ നമ്മുടെ കയ്യിലൊരു കോപ്പി തരും. അപ്പം നമുക്ക് വായിച്ചപ്പോഴേ പിടികിട്ടി എന്താണ് പ്രസംഗം. സുവിശേഷത്തിലെ 2 വാക്യം, യേശു ചെയ്തൊരു അത്ഭുതം, ഇത്രയേ ഉള്ളൂ. ശരി, അത് കഴിഞ്ഞിട്ട് അനൗൺസും പറഞ്ഞ് സ്തോത്ര കാഴ്ച എടുത്ത് പെട്ടെന്ന് എല്ലാവരും വൃത്തിയായിട്ട് ഇറങ്ങി വരിയായിട്ട് സ്ഥലം പെട്ടു. ഞാൻ സത്യം പറയട്ടെ, പോൾ യുങ്കിച്ചോ തുടങ്ങിയൊരു ചർച്ചാണ്. ആ ചർച്ച അനേക രാജ്യങ്ങൾക്കൊരു മോഡലായിരുന്നു. ഇന്ന് അതൊന്നുമല്ല വലിയ ചർച്ച, അതിനേക്കാൾ വലിയ ചർച്ചകൾ പലയിടത്തും ഉണ്ടെന്ന്. പക്ഷേ ഒരാത്മാവിൻ്റെ ചൈതന്യമോ ഒരാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയോ ഒന്നും അവിടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകത്തില്ലേ, ഹോളി ലാൻഡ് കാണാൻ പോകുന്ന പോലെ അവിടെ ഒരു ചർച്ച് കാണാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് പോയി കണ്ടിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പഠിക്കാനൊന്നും എനിക്കില്ലായിരുന്നു, സത്യം പറയണമല്ലോ. ഒരു കാലത്ത് ദൈവം ആ സഭയെ ശക്തമായിട്ട് എടുത്തൊരു മാതൃകയായിട്ട് നിർത്തി. പക്ഷേ ഒടുവിൽ കോർട്ട് കേസുകളൊക്കെ വന്ന് ആ പാസ്റ്ററും മകനുമൊക്കെ ജയിലിലാകുന്നൊരവസ്ഥ വന്നു. ഇന്നത്തെ കൊറിയൻ സഭയുടെ അവസ്ഥ, അവിടുത്തെ ലീഡേഴ്സ് പറയായിരുന്നു, ഞങ്ങളൊരു 20 വർഷമായി ഞങ്ങളുടെ ചർച്ച് ഗ്രോത്ത് നിന്ന് പ്ലാറ്റോ ഇപ്പം താഴോട്ടാണ്. ഇന്ന് ഞങ്ങൾ വളരുന്നില്ല, ഞങ്ങൾ താഴോട്ടാണ്. പക്ഷേ ആ കിട്ടിയ ഉത്സാഹം കൊണ്ട് അവരിപ്പോഴും മിഷണറിമാരെ അയക്കുന്നു, അതൊക്കെയുണ്ട്. പക്ഷെ പൊതുവിൽ ആസ് എ നേഷൻ, രാജ്യത്തെ ആകമാനം സഭ ഇന്ന് വളരുന്നില്ല, താഴേക്ക് വരിക.
അതൊരു വലിയ പാഠമാണ്. ഈ ചർച്ച് ഗ്രോത്ത് മെഗാ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പോയാൽ ഉള്ള കുഴപ്പം ഒരു കാലം കഴിയുമ്പോൾ ഇതെല്ലാം താഴോട്ട് വരും. ഒരു ദൈവപ്രവൃത്തി അവിടെ ദർശിക്കാൻ കഴിയുന്നില്ല. ഇത് ഞാൻ പറയണ്ടതെന്ന് 2 വട്ടം ചിന്തിച്ചു, പക്ഷേ സത്യം പറയാതിരിക്കാൻ വയ്യ. കാര്യം നമ്മളും ഈ മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ ഐഡലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ചർച്ച് സ്റ്റാർട്ടഡ് വെൽ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹൗസസ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫിനിഷ് വെൽ ആൻഡ് ദ ചർച്ച് ഹാസ് ടു ഗോ ബാക്ക് ടു ഹൗസസ്. അതിന് സംശയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദർശനം അത് തന്നെയാണ്. ഇങ്ങനെ കൂടുന്നതൊക്കെ സന്തോഷം, പക്ഷെ ഇതിനേക്കാളും ശരിക്കും സഭ വളരേണ്ടതും സഭയുടെ ശുശ്രൂഷകൾ അനുഭവിക്കേണ്ടതും നമ്മുടെ ഭവനങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ്. അങ്ങനെയുള്ള ദൈവസഭകൾ ഈ ഇന്ത്യയിൽ അങ്ങോട്ട് ഉടലെടുത്താലുണ്ടല്ലോ, ആർക്കും അതിനെ എതിർക്കാൻ പറ്റത്തില്ല. കാര്യം ആർക്കും ഇങ്ങനെ ഒരു കൂട്ടത്തിൽ വന്ന് പിടിക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഭവനങ്ങളിലായിരിക്കും. പക്ഷേ ജനങ്ങൾ രക്ഷിക്കപ്പെടും, ശക്തമായി സഭാ വളർച്ച ഉണ്ടാവും. ഈ കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കങ്ങ് നിർത്തുകയാണ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു വാക്ക് ഈ കൊറിയൻസ് ഇംഗ്ലീഷ് പറയുന്നില്ല. അതാണൊരു വലിയ പ്രശ്നം. ഞാൻ യൂബർ ടാക്സി പിടിച്ച് പോയി അവൻ്റെ അടുത്ത് എന്തൊക്കെയോ ഒരു പിടിയില്ല. ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ചർച്ചിന് ഒത്തിരി വാതിലുകൾ പുറത്തോട്ടും എല്ലാം റോഡാണ്. അപ്പോൾ ഇത് എവിടെയാണ് യൂബർ ടാക്സിയുടെ പിക്കപ്പ് പോയിൻ്റ് എന്നറിയാൻ വഴിയില്ല. ഞാനെടുത്തിട്ട് പിക്കപ്പ് പോയിൻ്റ് നോക്കിയപ്പോൾ ഒത്തിരി കാണിക്കുന്നു. ഇതിൽ എവിടെയാണ്? ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ആരത്തെയും ചോദിക്കാം. അവിടെ നടന്ന് ഒരുമാതിരി സകല മനുഷ്യരടുത്തും ചോദിച്ചു, യൂബർ ടാക്സിയുടെ പിക്കപ്പ് പോയിൻ്റ് എവിടെ? അവിടെ തൊട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഗസ്റ്റ് സർവീസസ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ കോട്ടൊക്കെ ഇട്ട് കുറേ പേര് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയാം. ഒരുതിൻ്റെ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂബർ ഞാൻ ബുക്ക് ചെയ്യാം, പക്ഷേ എവിടെയാണ് പിക്കപ്പ് പോയിൻ്റ്? അവനിങ്ങനെ അടുത്ത ആളിനെ നോക്കി, അവൻ ഇങ്ങോട്ടും നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി, എനിക്കൊന്ന് പറഞ്ഞുക. കുറേ കഴിഞ്ഞപ്പോൾ ഒരുത്തന് പിടി കിട്ടി. യെസ്, പിടി കിട്ടി. വാ, എൻ്റെ കയ്യെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് ഈ വാതിൽ കൂട്ടിറങ്ങി ആ വാതിൽ കൂടി അവിടെ കൂട്ടം അതിലേ കൂട്ടിറങ്ങി ഇതിലേക്ക് മറ്റേ ദൂതൻ പത്രോസിനെ പുറത്തിറക്കി വിട്ടോ പോലെ എന്നെ കൊണ്ടുപോയി ഒരു റോഡ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ നല്ല. ഞാൻ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, അവന് പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് അവനെന്നെ കൈ പിടിച്ചുകൊണ്ട് റോട്ടിൽ കൊണ്ട് നിർത്തി. ഇവിടെ ശരി, അവിടെ വന്ന് ബുക്ക് ചെയ്തു. നേരെ തെറ്റിപ്പോയി. യൂബർ ഞാൻ നിന്നെടുത്താവുന്നു അവിടെ വന്നത്. അവൻ പിന്നെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി ക്യാൻസൽ ചെയ്ത് അവൻ പോയി, ആ ഡ്രൈവർ. പിന്നെ അടുത്തത് വീണ്ടും ബുക്ക് ചെയ്ത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് അറിയാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ. എനിക്കൊരു അഡാപ്റ്റർ മേടിക്കണം, എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കടയിൽ ചെന്ന് എന്തൊക്കെ കാണിച്ചിട്ടും അവന് പിടി കിട്ടുന്നില്ല. അവസാനം അവൻ വെയിറ്റ്, അത്രയും പറഞ്ഞു. ഫോൺ എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടു. പറ എന്താണ് വേണ്ടിയത്? ഞാൻ പറഞ്ഞു എനിക്കൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വേണം. അവനായിട്ട് അവൻ്റെ കൊറിയൻ ഭാഷയിൽ എൻ്റെ തർജ്ജമ കേട്ടു. അത്രയുള്ള തിരിച്ച് അതിവിടെ ഇല്ല. ഉടനെ ഇംഗ്ലീഷ് വി ഡോണ്ട് ഹാവ്. ഞാൻ പറഞ്ഞു ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഞങ്ങളുടെ അവിടെ ഇല്ല എന്ന് പറയും. അതിന് അവനെടുത്തൊരു ഗൂഗിൾ ആപ്പ് തുറന്ന് അവൻ പറഞ്ഞ് അത് തർജ്ജമ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് സത്യം പറയാം, ജീവിതം പരമ ബോറായിരിക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങി. അല്ലേ, ഞാൻ ആലോചിക്കാൻ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര സിമ്പിളായിട്ട് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അത് മറ്റേ സ്തോത്രം അവർക്ക്. പക്ഷെ ഒരു കാര്യം, അവർക്ക് ഇംഗ്ലീഷ് അറിയിക്കത്തില്ല. എന്താ ഒരു ടെക്നോളജിക്കലി വെൽ അഡ്വാൻസ്ഡ് നമ്മളെക്കാളിലൊക്കെ എത്രയോ വെസ്റ്റേൺ കൺട്രീസ് തോറ്റുവും ചില കാര്യങ്ങൾ കണ്ട. അതുപോലുള്ള ഒരു ഉയർച്ച അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഉയർച്ചയിലൊക്കെ മിഷണറിമാർ വഹിച്ച പങ്ക്, ദൈവസഭ വഹിക്കുന്ന പങ്ക് ഒരു വലിയ പങ്ക് തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ ആ ഉയർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാളെ ഇന്ത്യയിലും ഇതുപോലൊരു വലിയ ഒരു പുരോഗതി വന്നാൽ അതിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഗവൺമെൻറ്റോ ഒന്നും ആയിരിക്കത്തില്ല, ദൈവസഭയായിരിക്കും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിമിഷം കണ്ണടയ്ക്കാം, കുറേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.